ഹായ് എവരിവൺ, എല്ലാ സഞ്ചാര പ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. എത്ര തവണ പോയാലും മൂന്നാറിന്റെ സൗന്ദര്യം കൂടുന്നതല്ലാതെ ഒട്ടും കുറയുന്നതായി തോന്നിയിട്ടില്ല. തേയിലത്തോട്ടങ്ങളാണ് മൂന്നാറിന്റെ ഭംഗിക്ക് ദൃശ്യചാരുത നൽകുന്നത്. ഏത് സീസണിൽ ചെന്നാലും സഞ്ചാരികളെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന മൂന്നാറിലോട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. പുലരി വിരിയും നേരം ആവി പൊന്തണ ചായ മെല്ലെ മെല്ലെ ഊതി മോന്തിയാൽ ഉണർവിനാഘോഷമാ. പുലരി വിരിയും നേരം ആവി പൊന്തണ ചായ മെല്ലെ മെല്ലെ ഊതി മോന്തിയാൽ ഉണർവിനാഘോഷമാ. ഇടുക്കിയുടെ മണവാട്ടി എന്നറിയപ്പെടുന്ന മൂന്നാർ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടളി എന്നീ 3 ആറുകളുടെ സംഗമ സ്ഥലമായതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് കിട്ടിയത്. അടിമാലിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഇരുവശത്തുമായി ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാം. പേരറിയുന്നതും പേരറിയാത്തതുമായ ചെറുതും വലുതുമായ ഒരുപാട് ജലധാരകൾ. ഒരു വശത്ത് വെള്ളനിറത്തിൽ കുത്തിയൊലിക്കുന്ന പാലരുവികളാണെങ്കിൽ മറുവശത്ത് പച്ച മലകൾക്ക് മുകളിലൂടെ വെള്ളിവരകൾ പോലെ ഒഴുകുന്നവ. ബ്രിട്ടീഷുകാരുടെ കാലത്തിന്റെ ബാക്കി പത്രങ്ങളായ കൊളോണിയൽ കെട്ടിടങ്ങളും ദേവാലയങ്ങളും മാറ്റി നിർത്തിയാൽ മൂന്നാർ ഒരു തനി നാടൻ ഗ്രാമമാണ്. മൂന്നാറിന്റെ പ്ലസ് പോയിന്റ് പച്ചപ്പാണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ പച്ചപ്പിന്റെ ഒരു സദ്യ തന്നെയാണ് കൺമുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. വേനൽ എത്ര കടുത്താലും ഇവിടത്തെ പച്ചപ്പിന് മങ്ങലേൽക്കില്ല. പ്രകൃതിയൊരുക്കിയ ക്യാൻവാസിൽ ഹരിതവർണ്ണ ഭേദങ്ങളുടെ അതിപ്രസരം ഒഴുകിയിറങ്ങിയതുപോലെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന തേയില പരപ്പുകൾ, മഞ്ഞുതുള്ളികളെ നെറുകയിൽ ചൂടി നിൽക്കുന്ന തേയില കൊളുന്തുകൾ, കൈകോർത്തു വിരിച്ച ആ പച്ച പുതപ്പിന് മുകളിലൂടെ ഉദയസൂര്യന്റെ സുവർണ കിരണങ്ങൾ ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ അതിമനോഹരം. ചങ്കിലെ ചങ്കുകൾ താളം കൊട്ടിപ്പാടും ഞങ്ങളുടെ പാട്ട്, കൊട്ടി പാടണ പാട്ട്. ചങ്കിലെ ചങ്കുകൾ തോളോട് ചേർന്നു പാടും ഉത്സവമേളം, ഓ ഉത്സവമേളം. തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞുയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ, അവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ ഇന്ന് ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പുലരി വിരിയും നേരം ആവി പൊന്തണ ചായ മെല്ലെ മെല്ലെ ഊതി മോന്തിയാൽ ഉണർവിനാഘോഷമാ. പുൽമേടുകളും ചോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിന്റെ പ്രകൃതി ഭംഗി ഒരുക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ചോലക്കാടുകളിലും പുൽമേടുകളിലും നീല നിറം പകരും. 2018 അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്. ഇനി 2030 ഈ കുറിഞ്ഞി പുഷ്പിക്കൽ കാണാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിനടുത്താണ്. നീട്ടി നീട്ടി അടിക്കണ ചായ, ചൂടുള്ള ചായയിൽ നാടിന്റെ നാദം, പാടണ പാടണ നവനവഗീതം, എന്റെ നാടിന്റെ നാദം, മേളം, ഉത്സവം. ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ ടീ കൗണ്ടി ഹോട്ടലിന്റെ റെസ്റ്റോറന്റിലാണ് പോയത്. മൂന്നാറിലെ മനോഹരമായ പച്ചപ്പുള്ള മലനിരകളുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന ടീ കൗണ്ടി കേരളം ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രീമിയം ഹിൽ റിസോർട്ടാണ്. ഇവിടത്തെ ഓരോ മുറിയും മനോഹരമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു. സുഖസമൃദ്ധമായ മുറികളിൽ നിന്ന് മഞ്ഞുമൂടിയ മലനിരകളുടെ കാഴ്ചകൾ ആസ്വദിക്കാം. ഹണിമൂൺ ആഘോഷിക്കുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഇതൊരു സ്വർഗമാണ്.
സഞ്ചാരികൾക്ക് പർവ്വത പാതകളിൽ സൈക്ലിംഗ്, പാരാഗ്ലൈഡിംഗ്, ട്രെക്കിംഗ്, ടീ തോട്ടങ്ങളിൽ സന്ദർശനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം. ഇരവികുളം നാഷണൽ പാർക്ക്, ചിന്നാർ വന്യജീവി സങ്കേതം, നീലക്കുറിഞ്ഞി സങ്കേതം എന്നിവയും സമീപത്തുള്ള പ്രധാന ആകർഷണങ്ങളാണ്. പുലരി വീരിയും നേരം ആവി പൊന്തണ ചായ മെല്ലെ മെല്ലെ ഊതി മോന്തിയാൽ ഉണർവിനാഘോഷമാ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹിൽ സ്റ്റേഷനിലേക്കാണ്. മൂന്നാറിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണിത്. കേരളം തമിഴ്നാട് അതിർത്തിയിലാണ് ഈ സ്ഥലം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ മലയോര പട്ടണങ്ങളിൽ ഒന്നാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 1700 മീറ്റർ ഉയരത്തിലാണ് ഈ മനോഹരമായ ഹിൽ സ്റ്റേഷൻ. പശ്ചിമഘട്ടത്തിന്റെയും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നാൽ കാണാം. ഇതുവരെ ആസ്വദിക്കാത്തൊരു സൗന്ദര്യം തികഞ്ഞ സമാധാനത്തോടെ ആസ്വദിക്കാനും അനുഭവിക്കുവാനും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. മഞ്ഞണിഞ്ഞ തേയിലത്തോട്ടങ്ങൾ, ക്യാൻവാസിൽ കോറിയ ചിത്രം പോലെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലമേടുകൾ, മഞ്ഞു പുതച്ച വഴികൾ, ഒപ്പം കോടമഞ്ഞു വാരി വിതറുന്ന സുഖകരമായ തണുപ്പും. വർണ്ണനകളിൽ ഒതുക്കാനാകില്ല മൂന്നാറിന്റെ സൗന്ദര്യം. കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കും മൂന്നാറിലെ കാഴ്ചകൾ. കരിമ്പാറ കൂട്ടങ്ങൾക്കിടയിലൂടെ വെള്ളിയാഭരണം പോലെ ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകൾ, കാഴ്ചകൾ ഒരുപാടുണ്ട്. ഈ മനോഹരമായ ഭൂമി സന്ദർശകരുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം നൽകുന്നു. മനം മയക്കുന്നതും ആസ്വാദ്യകരവും വിനോദപ്രദവുമായ നിരവധി കാര്യങ്ങൾ ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നു. മൂന്നാർ യാത്രയെ ഒരു സ്വപ്നയാത്ര എന്ന് വിളിക്കാം. നഗരത്തിന്റെ ചൂടിലും തിരക്കിലും നിന്നും മാറി തണുത്ത കാലാവസ്ഥയിൽ പ്രകൃതിയുടെ മടിയിൽ ഒരു ദിവസം ചിലവിടുക. ആ നല്ല ഓർമ്മകൾ ചിരസ്ഥായിയായി മനസ്സിൽ എന്നും നിലനിൽക്കും. മറ്റൊരു പുത്തൻ യാത്രാവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.